ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ രാവിലെ തന്നെ ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണല്ലോ എണീക്കുക. ഇങ്ങനെ നേരെ എണീറ്റ് പിന്നെ ലേറ്റായിട്ടാണല്ലോ എണീക്കുക. അങ്ങനെ എണീച്ച് ബാത്റൂമിലൊക്കെ പോയി നോക്കുമ്പോഴാണ് ഈ സൺലൈറ്റ് ഈ ജനലിലൂടെ ഇതിലൂടെ ഇങ്ങനെ വെട്ടം വരുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ വീഡിയോ എടുത്ത്. പിന്നെ അമ്മ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നേരെ ഇങ്ങനെ കുറച്ച് നേരം സൺ കിസ്ഡ് എങ്ങനെയുണ്ട് അങ്ങനെ പുറത്ത് പോയിരിക്കുക വിചാരിച്ചിട്ട് വെറുതെ ജസ്റ്റ് സിറ്റ് ഔട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് പുറത്ത് നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായി നോക്കി നിൽക്കും. ഈ ശനി ഞായറൊക്കെ നമുക്ക് 9-10 മണി വരെ കിടക്കാമല്ലോ, എന്നിട്ടാണല്ലോ നീക്കുക. അപ്പോൾ ഇങ്ങനെ വെറുതെ പുറത്തൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. പിന്നെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല്ലേക്കാൻ പോകണം, പല്ലേച്ചിട്ടില്ല. അങ്ങനെ ഡ്രില്ലൊക്കെ തുറന്ന് ഞങ്ങൾ ഈ പുറത്താട്ടോ, ഈ പുറത്ത് ഈ വടക്കേരിയുടെ അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെയാണ് പല്ലൊക്കെ തേക്കുക. അങ്ങനെ നേരത്തെ ഉമ്മർത്ത് വായി നോക്കിയതിന് ശേഷം ഇനി വടക്കേരിയുടെ അവിടെ കുറച്ച് നേരം നമ്മൾ വായി നോക്കണല്ലോ. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞു. ഇനിയിപ്പം തന്നെ കുളിക്കൊന്നുമില്ല, കുളിയൊക്കെ വൈകുന്നേരമല്ലോ. അപ്പം നേരെ നമുക്കിനി അടുക്കളയിൽ പോയി വെക്കാമല്ലോ, അതാണ് അടുത്ത ടാസ്ക്. അടുക്കളയിൽ പോയി വെക്കുമ്പോൾ ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം ഇഡ്ഡലിയാണ്. അങ്ങനെ അപ്പോൾ അമ്മേനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അമ്മ സമ്മതിച്ചു വീഡിയോ ഒക്കെ എടുക്കാൻ. അപ്പം അങ്ങനെ അമ്മ ചമ്മന്തി അരയ്ക്കാറുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അമ്മയ്ക്ക് ഈ വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അമ്മ ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ അങ്ങനെ അമ്മ അതൊക്കെ ചട്നിയൊക്കെ പാത്രത്തിലൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ ഈ ഉമ്മർത്തുള്ള ഈ കണ്ണാടിൻ്റെ മുകളിൽ കുറച്ച് ഫാഷൻ ഷോ പരിപാടികൾ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അത് യൂട്യൂബിൽ ലോങ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് സാറ്റർഡേ ആണ്, കോളേജിലൊന്നും പോകണ്ട, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, ഡേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ വീണ്ടും നമ്മൾ അടുക്കളയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചായ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് കഴിക്കാൻ ഇഡ്ഡലി, അതേപോലെ തന്നെ ചട്നി, പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുള്ള ഒരു ചമ്മന്തി. അങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ കഴുകി ഇതൊക്കെ എടുക്കുക കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയൊക്കെ എടുത്തു. 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, 3 എണ്ണമൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ചായ ഇതൊക്കെ എടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനാണ് ആദ്യം കഴിക്കുന്നത്, ബാക്കിയുള്ളവരൊന്നും എണീറ്റ് വന്നിട്ടില്ല. അങ്ങനെ ഈ സോഫേമിലിരുന്ന് കാലൊക്കെ മടക്കി വെച്ച് കഴിക്കുമ്പോഴാണല്ലോ ഒരു സുഖമുള്ളൂ. ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും നമ്മൾ സോഫയിലാണല്ലോ ഇരിക്കുക. അങ്ങനെ സോഫയിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ടി വി കാണുന്നുണ്ട്, ടി വിയിൽ ന്യൂസ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെയ്തില്ലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യണമല്ലോ, എപ്പോഴെങ്കിലും നല്ല ചെയ്യണമല്ലോ. നമ്മൾ കിടന്ന ബെഡും ഷീറ്റൊക്കെ മടക്കി വയ്ക്കുക എന്നുള്ളതും. അങ്ങനെ അതൊക്കെ മടക്കി വെച്ചു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ, ഞാൻ റീൽസൊക്കെ കാണാമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വരുമ്പം ബീഫും കൊണ്ടുവന്നിരുന്നു. നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ പൊറാട്ടയും ബീഫൊക്കെ വികാരമാണല്ലോ, ഫുഡല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ കൈൻ്റെ ഉത്തരവാദി ഈ വീഡിയോയിൽ പിന്നെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി അതൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. പിന്നെ അടിച്ചുവാരൽ, അതാണ് ഈ ദിവസത്തെ ആകെ ഒരു ജോലി എന്ന് പറയാനുള്ളത്. ഞാനാണ് അടിച്ചു വരാറ്. അങ്ങനെ വീടും റൂമും ഹാളൊക്കെ അടിച്ചുവാരി ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. മുരിങ്ങയുടെ ഇല വാട്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടുക, അതിലേക്ക് മുട്ട ഉടച്ചിട്ട് അത് നല്ല മിക്സ് ചെയ്യുക. അങ്ങനെ ഒരു ഉപ്പേരി പോലെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അതൊക്കെ ഉണ്ടാക്കി. അതിൽ കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കും ക്രെഡിറ്റ് വേണമല്ലോ, അങ്ങനെ ഞാനും കുറച്ച് ഇളക്കി. അങ്ങനെ അത് സെറ്റായി. ടേസ്റ്റാട്ടോ അത്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കണമല്ലോ, നമ്മൾ വെള്ളം തന്നെ കുടിച്ചില്ല, വെള്ളം കുടിക്കണം.
പിന്നെ ഒരു പഴം ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പം അതും കഴിച്ചു. ഇപ്പോൾ ഏകദേശം 2 മണി 2:30 ആയിട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കുക. ലീവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുക ഈ സമയമാവും. അപ്പം അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കായ്പയ്ക്ക ഉപ്പേരി കേട്ടോ. കായ്പയ്ക്ക ഇവിടെ ഉപ്പേരി എന്നാണ് പറയുക. അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഉണ്ടായിരുന്നല്ലോ മുരിങ്ങയുടെ ഇലയുടെ, അതും എടുത്തു. ഈ രണ്ടും എടുത്തു. പിന്നെ ഈ സാമ്പാറല്ല, കാണുമ്പോൾ സാമ്പാർ പോലെ ഉണ്ടെങ്കിലും ആക്ച്വലി ഇത് സാമ്പാറല്ല, വേറെ എന്തോ കറിയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം 6 മണിക്കായി. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ലാപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റ്യനെയറൊക്കെ പ്രിപ്പയർ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് കുറച്ച് നേരം. ഇൻകം ടാക്സ് കാണിച്ചു തരാം. കുറേ ഉണ്ട്. അങ്ങനെ ടെക്സ്റ്റ് വാങ്ങിയിട്ട് കുറേ ആയെങ്കിലും ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ മാർക്കിങ്ങും അതൊന്നും കാണാൻ പറ്റില്ല. പഠിക്കാം. നമ്മൾ കുറച്ച് നേരം വായിച്ചു. ഇനി കുറച്ച് നേരം നമ്മൾ റീൽസ് കാണാൻ പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ പോലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈനൽ ഇയറിൽ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്തോ, എവിടെ വരെ ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഇങ്ങനെ സംസാരിക്കണം ആദ്യമായിട്ട്, അതുകൊണ്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. സംസാരിക്കുന്നതിന് പറ്റുന്നില്ല, ഇത് കുറേ വട്ടം എടുത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം. രാത്രി കഞ്ഞിയാട്ടോ കുടിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.